എന്തെങ്കിലും ഇതുപോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മളിപ്പോ പബ്ലിക്കിന് റിയാക്ഷൻസ് എടുക്കുന്നത് ഇപ്പൊ ഒരു ട്രെൻഡ് ആണല്ലോ. അപ്പൊ ഈ ട്രെൻഡില് പല ആൾക്കാരും പറയുന്നതാണ് സൗദിയിലെ പോലത്തുള്ള നിയമം വരണം, കൈവെട്ടണം, തല വെട്ടണം, കാല് വെട്ടണം. പക്ഷെ അങ്ങനെ ഒരു നിയമം നമുക്ക് ഇവിടെ ഒരിക്കലും സാധ്യമല്ല. ഇവിടെ പറയുന്നത് റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റിൽ മാത്രമേ വധശിക്ഷ നടപ്പാക്കൂ എന്നാണ് പറയുന്നത്. 2 കേസിനെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളൂ അല്ലെ? അതെ. അപ്പോ നിയമം കുറച്ചും കൂടി സ്ട്രോങ് ആവണ്ടേ എന്നുള്ളൊരു കാര്യത്തിലും കൂടി ഒരു ചോദ്യമുണ്ട്. അത് ഞാനും ഒരുപാട് തവണ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഏഷ്യനിൽ ഒരു ഷോ ഉണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഷോ. അപ്പൊ അതില് ഒരു പോലീസ് ഓഫീസർ വന്നപ്പോ ഈ ഒരു സൗദിയിലെ നിയമം കൈ കൊണ്ടാണോ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൈ വെട്ടണം, തല കൊണ്ടാണോ ചെയ്തത് തല വെട്ടണം എന്ന് പലരും പറഞ്ഞപ്പോ പറഞ്ഞ ഈ പോലീസ് ഓഫീസർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, നിരപരാധിയാണോ എന്താ പറയാ അപരാധിയാണോ എന്ന് കൃത്യമായിട്ട് തെളിവ് വേണം. സപ്പോസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇപ്പോ പലരും ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്ത്രീകൾ കുറെ പേര് സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വെച്ച് കുറെ പേര് ആൺകുട്ടികളെ കൂട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ശിക്ഷ ഇപ്പൊ ഒരു ഇതേപോലെ ഒരു ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ പോലീസ് ഓഫീസർ പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് തെളിവില്ലാതാക്കാൻ, അബ്യൂസ് ചെയ്യപ്പെട്ടു, ചൈൽഡ് ആവാം, എന്ത് തരത്തിലുള്ള തെറ്റുമാവാം, ക്രൈമും ആവാം. അപ്പോ അവിടെ ഒരു ക്രൈം ചെയ്യപ്പെട്ടു, അതിന് തെളിവ് നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി, അതായത് അബ്യൂസ് ചെയ്യപ്പെട്ട വ്യക്തി ജീവനോട് കൂടി ഇരിക്കാൻ പാടില്ല. അപ്പൊ ഓൺ ദ സ്പോട്ട് അയാളെ കൊന്നുകളയും എന്നുള്ള രീതിയിലേക്ക് ക്രിമിനൽസിന്റെ മൈൻഡ് പോകും.